സോൾട്ട് ആൻഡ് പേപ്പറിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന വിഭവമാണ് ഡക്ക് ചാപ്സ്. മധ്യ കേരളത്തിൽ ഏറെ പ്രചാരത്തിലുള്ള ഈ ഡക്ക് ചാപ്സ് ഇപ്പോൾ കേരളത്തിലുടനീളം ശ്രദ്ധ നേടിയ ഒരു വിഭവമാണ്. അപ്പോൾ ആ രുചിയുടെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിയാലോ? തയ്യാറാക്കുന്ന വിധം നോക്കാം. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: മഞ്ഞൾപ്പൊടി, ഉപ്പ്, അല്പം കശ്മീരി ചില്ലി, അല്പം ഗരം മസാല എന്നിവ ചേർത്ത് ബോയിൽ ചെയ്ത താറാവ് 1.25 കിലോ, വഴറ്റിയ സവാള 50 ഗ്രാം വീതം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് 7 സവാള, കശ്മീരി ചില്ലി, ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, കറിവേപ്പില ആവശ്യത്തിന്, തേങ്ങാക്കൊത്ത് കുറച്ച്. ഇനി ഇത് ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ആദ്യം ഒരു ഉരുളി അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ 50 ഗ്രാം എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് വഴറ്റുക. ബ്രൗൺ നിറമാകുമ്പോൾ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ ചേർത്ത് വഴറ്റി വച്ചിരിക്കുന്ന സവാള ചേർക്കുക. അതിൽ അല്പം ഉപ്പ് കൂടി ചേർത്ത് നന്നായി വഴറ്റുക. വഴന്നു വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു തക്കാളി അരിഞ്ഞത് എന്നിവ ചേർത്ത് വീണ്ടും ചെറുതായി ഇളക്കിയ ശേഷം 3 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലിയും ചേർത്ത് നന്നായി വഴറ്റുക. പിന്നീട് അതിലേക്ക് താറാവിന്റെ സ്റ്റോക്ക് വാട്ടർ ആദ്യം ചേർത്ത് ക്രമേണ ബോയിൽ ചെയ്ത താറാവ് ചേർത്ത് നന്നായി ഇളക്കണം. മസാലകളെല്ലാം മീറ്റിൽ പിടിച്ചെന്ന് ഉറപ്പാക്കുമ്പോൾ ഒരു തൽ കറിവേപ്പില കൂടി ഇട്ട് ഇളക്കിയ ശേഷം 2 മിനിറ്റ് അടച്ചു വച്ച് ചെറിയ ഫ്ലെയിമിൽ വേവിക്കുക. ഇതോടെ കൊതിയൂറും ഡക്ക് ചാപ്സ് തയ്യാർ. അപ്പത്തിനും കപ്പയ്ക്കും എല്ലാം ഒപ്പം അതീവ കോമ്പിനേഷനായ ഈ വിഭവം ഊടിനൊപ്പവും ആവോളം ആസ്വദിക്കാം. അപ്പോൾ വേറിട്ട വിഭവങ്ങൾക്കായി ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും.